ഹായ് വെൽക്കം ഓൾ. അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ബിസിനസ്സിന് വേണ്ട അഡ്വർടൈസ്മെന്റുകൾ സോഷ്യൽ മീഡിയ ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. നമ്മൾ കാണാറില്ല ഒരുപാട് ടൈപ്പ് അഡ്വർടൈസ്മെന്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വാട്സപ്പിലേക്ക് പോകുന്നു, വെബ്സൈറ്റിലേക്ക് പോകുന്നു, ലീഡ്സ് കിട്ടുന്നു, ഇങ്ങനെയുള്ള പല ടൈപ്സ് ഓഫ് അഡ്വർടൈസ്മെന്റുകൾ നിങ്ങൾക്കും സത്യത്തിൽ സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമുള്ളൂ. ഓക്കെ, നിങ്ങൾക്ക് ആരെയും ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട എത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഫേസ്ബുക്ക് അക്കൗണ്ട് വേണം, ഫേസ്ബുക്ക് പേജ് വേണം. ഇപ്പോൾ കാണുന്നത് സ്ക്രീനിൽ കാണുന്ന ഫേസ്ബുക്ക് പേജ് ആണ്. ഓക്കെ, ഇങ്ങനെ ഒരു പേജ് നിങ്ങളുടെ അക്കൗണ്ടിൽ ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങൾ വെൽ മെയിൻറ്റെയിൻ ആക്കുക. അതിന്റെ കൂടെ നിങ്ങൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മെറ്റാ ബിസിനസ് സ്യൂട്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് അവിടെ അല്ലെ. ഈ ഒരു മെറ്റാ ബിസിനസ് സ്യൂട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോ. അതുപോലെ തന്നെ ഇവിടെ റൈറ്റ് സൈഡിലേക്ക് നിങ്ങൾ പോയി കഴിഞ്ഞാൽ ഇവിടെ താഴെ അഡ്വർടൈസിംഗ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. ആക്ച്വലി നിങ്ങൾക്ക് അഡ്വർടൈസ്മെന്റ് ഈ ഒരു അഡ്വർടൈസ്മെന്റ് എന്ന് പറയുന്ന ഇതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആഡ്സ് മാനേജറിലേക്ക് പോകാൻ പറ്റും. അതുപോലെ തന്നെ മെറ്റാ ബിസിനസ് സ്യൂട്ട് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താലും നിങ്ങൾക്ക് അഡ്വർടൈസ്മെന്റിലേക്ക് പോകാൻ പറ്റും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഫേസ്ബുക്കിന്റെ തന്നെ ഒരു ടൂളാണ് ആഡ്സ് മാനേജർ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ആഡ്സ് മാനേജർ ത്രൂ ആണ് നമുക്ക് വെബ്സൈറ്റിലേക്ക് ലാൻഡിംഗ് പേജിലേക്കൊക്കെ ട്രാഫിക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന അഡ്വർടൈസ്മെന്റ് ചെയ്യാൻ പറ്റുക. വാട്സപ്പ് അഡ്വർടൈസ്മെന്റ്, ലീഡ് അഡ്വർടൈസ്മെന്റ്, റീച്ച് ക്യാമ്പയിൻ, പല ടൈപ്സ് ഓഫ് അഡ്വർടൈസ്മെന്റ് ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങൾക്ക് ഇനി ഡൗട്ട് ഉണ്ടാവാൻ പാടില്ല. കാരണം എന്താ വെച്ചാൽ നിങ്ങളുടെ പേജോ അക്കൗണ്ടോ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മെറ്റാ ബിസിനസ് സ്യൂട്ടിൽ പോയാലോ അല്ലെങ്കിൽ റൈറ്റ് സൈഡിൽ നിങ്ങളുടെ പ്രൊഫൈലിൽ പോയി താഴേക്ക് വന്നാലും നിങ്ങൾക്ക് ആഡ്സ് മാനേജർ ഓപ്പൺ ചെയ്യാം. ഇനി ഇവിടെ നിങ്ങൾക്ക് മെറ്റാ ബിസിനസ് സ്യൂട്ടാണ് ഓപ്പൺ ചെയ്തിട്ടുള്ളത്. ഇവിടെ കാണാം അല്ലെ. ഈ കാണുന്ന ആഡ്സ് മാനേജർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ക്യാമ്പയിൻ, അതുപോലെ തന്നെ അക്കൗണ്ട് ഓവർവ്യൂ, ഓഡിയൻസ്, ബില്ലിംഗ് ആൻഡ് പേയ്മെന്റ്സ് ഇങ്ങനെ കാണാം അല്ലെ. ഇതിൽ ക്യാമ്പയിൻസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് നിങ്ങളുടെ ആഡ്സ് മാനേജർ അക്കൗണ്ടിലേക്ക്, ഇതാണ് ആഡ്സ് മാനേജർ ഡാഷ്ബോർഡ് എന്ന് പറയുന്നത്. ഇതിൽ സിംപ്ലി നോക്കിക്കഴിഞ്ഞാൽ ബിസിനസ് പോർട്ട്ഫോളിയോ കാണാം. ഇതുപോലെ നിങ്ങൾക്കും ഇവിടെ ജസ്റ്റ് ഈ കാണുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബിസിനസ് പോർട്ട്ഫോളിയോസ് കാണാൻ പറ്റും. ഇതിൽ നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന പേജുമായിട്ട് കണക്ട് ചെയ്യുന്ന ആഡ്സ് അക്കൗണ്ടുകൾ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ നിങ്ങളുടെ പേജ് അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണ്ട പ്രൊമോഷൻ അതിൽ നിങ്ങൾക്ക് ആഡ് റൺ ചെയ്യാം. ജസ്റ്റ് ഞാനൊരു പോർട്ട്ഫോളിയോ ഓപ്പൺ ചെയ്തു. അതിൽ നോക്കുമ്പോൾ ഒരു ആഡ് അക്കൗണ്ട് ഉണ്ട്. അപ്പൊ ഈ ഒരു ആഡ് അക്കൗണ്ട് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഓരോ പോർട്ട്ഫോളിയോയിലും നിങ്ങൾക്ക് 1 മുതൽ 3 വരെ ആഡ്സ് അക്കൗണ്ടുകൾ ക്രിയേറ്റ് ചെയ്യാം. അങ്ങനെ ഓരോ ആഡ്സ് അക്കൗണ്ടുകളിലും നിങ്ങൾക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള ക്യാമ്പയിൻസ് ചെയ്യാം. ഇനി ഒരു ആഡ് അക്കൗണ്ടിൽ തന്നെ നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ 10, 20, 30 ക്യാമ്പയിൻസും റൺ ചെയ്യാൻ പറ്റും. ഓക്കെ, ഞാൻ കണ്ടില്ലേ ഓപ്പൺ ചെയ്തതിൽ 3 ആഡ് മുന്നേ റൺ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെയാണ് ഈ കാണുന്ന ഡാഷ്ബോർഡ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഡാഷ്ബോർഡാണ് ആഡ്സ് മാനേജർ. ഇതിൽ നിങ്ങൾക്ക് കുറേ ഓപ്ഷൻസ് കാണാം, കൺഫ്യൂഷൻ ആവണ്ട. നമുക്ക് ആകെ ആവശ്യമുള്ള കുറച്ച് ഓപ്ഷൻസ് നിങ്ങൾ ബേസിക് ആയിട്ട് പഠിച്ചു വെക്കുക. ഒന്ന് ക്രിയേറ്റ് എന്ന് പറയുന്ന ബട്ടണാണ്. പുതിയ ആഡ് ക്രിയേറ്റ് ചെയ്യണമെങ്കിലൊക്കെ ഇതാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. പിന്നെ ഇവിടെ സൈഡിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് കാണാം അല്ലെ. അക്കൗണ്ട് ഓവർ, നേരത്തെ കണ്ടതുപോലെ തന്നെ നമുക്ക് പേയ്മെന്റ് ഒക്കെ ആഡ് ചെയ്യണമെങ്കിൽ ഇവിടെയാണ് പോകുന്നത്. ക്യാമ്പയിൻസ് എന്ന് പറയുന്ന ഓപ്ഷനിലാണ് നമുക്ക് അഡ്വർടൈസ്മെന്റ് ക്രിയേറ്റ് ചെയ്യാനൊക്കെ പറ്റുക. ഓക്കെ, ദെൻ അപ്പൊ നമുക്ക് ഇവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 3 ക്യാമ്പയിൻസിന്റെ ഒരു ഡീറ്റെയിൽസ് ഇവിടെ കാണാം അല്ലെ. ഇപ്പൊ ഈ 2 ക്യാമ്പയിൻ ഓൺ ആണെന്നുണ്ടെങ്കിൽ ഈ ബ്ലൂ ടിക്ക് ആണ് വരിക, ഓഫ് ആണെങ്കിൽ ഈ ബ്ലാക്ക് ടിക്ക് വരും. ഇവിടെ നമുക്ക് ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യാൻ, മെൻഷൻ ചെയ്യാൻ പറ്റും, പേര് കൊടുക്കാൻ പറ്റും. ഇത് ഓൾറെഡി റൺ ചെയ്തിരുന്ന ഒരാളാണ്. അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാം അല്ലെ. റിസൾട്ട്, കോസ്റ്റ് പെർ റിസൾട്ട്, ബഡ്ജറ്റ്, എമൗണ്ട്, ഇംപ്രഷൻ, റീച്ച് ഇങ്ങനെയൊക്കെ കാണാം. ഓക്കെ, അതുപോലെ നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു ആഡ് റൺ ചെയ്യുന്ന സമയത്ത് ഇതിന്റെ ഡീറ്റെയിൽസ്, എത്രത്തോളം റീച്ച് കയറിയിട്ടുണ്ട്, എത്ര ആളുകൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്, ഫുൾ ചാർട്ട് ഇതുപോലെ നമുക്ക് എടുക്കാൻ പറ്റും. ഇപ്പോൾ ഈ ഒരു ചാർട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ കാണാം. അതുപോലെ തന്നെ എഡിറ്റ്, ഡ്യൂപ്ലിക്കേറ്റ് ഇങ്ങനെയുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇത് ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സെലക്ട് ചെയ്തിട്ട് ഡിലീറ്റ് ബട്ടൺ പ്രസ് ചെയ്യാം. ഇത് ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ബ്ലാക്ക് ആവും. അപ്പോൾ അത് ഓഫ് ആയിക്കോളും. ഓക്കെ, ഇത്രയാണ് ബേസിക് ആയിട്ട് നിങ്ങൾ അറിയേണ്ടത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ ഡാറ്റ എടുക്കുന്ന സമയത്ത് ടുഡേ, ഇന്ന് ആഡ് റൺ ചെയ്തപ്പോൾ എത്ര ലീഡ് കിട്ടിയെന്ന് അറിയണമെങ്കിൽ ടുഡേ ക്ലിക്ക് ചെയ്യാം മാക്സിമം. ഇങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഓക്കെ, അതും നിങ്ങൾക്ക് ചൂസ് ചെയ്തിട്ട് അപ്ഡേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, ഇതുപോലെ അപ്ഡേറ്റ് കൊടുത്താൽ നിങ്ങൾക്ക് അതിൻ്റെ ഡാറ്റ കറക്റ്റ് കിട്ടും. ഇപ്പോൾ യെസ്റ്റർഡേ അങ്ങനെയൊക്കെയുള്ള ഡീറ്റെയിൽസ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി. ഇപ്പോൾ ലാസ്റ്റ് മന്ത് ആണെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് മന്ത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ലാസ്റ്റ് മന്ത് ഡാറ്റ മാത്രം കിട്ടും. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു വർക്കിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, എനിവേ നിങ്ങളൊരു പുതിയ ആഡ് നിങ്ങളുടെ ബിസിനസ്സിന് വേണ്ടി ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ടൈപ്സ് ഓഫ് അഡ്വർടൈസ്മെന്റുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ആഡ്സ് മാനേജർ. ഇപ്പോൾ 1, 2, 3, 4, 5, 6 അഡ്വർടൈസ്മെന്റ് ക്യാമ്പയിനുകളാണ് നമുക്ക് ചെയ്യാൻ പറ്റുക അല്ലെ. ക്യാമ്പയിൻ ഒബ്ജക്റ്റീവുകൾ ഇതിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നതാണ് അവയർനെസ്, ട്രാഫിക്, എൻഗേജ്മെന്റ്, ലീഡ്സ് എന്ന് പറയുന്നത്. നിങ്ങളുടെ ബിസിനസ്സിൽ ജസ്റ്റ് കൂടുതൽ ആളുകളിലേക്ക് എത്തുക എന്നുള്ള പർപ്പസ് ആണെങ്കിൽ അവയർനെസ് ക്യാമ്പയിൻ യൂസ് ചെയ്യാം.
ട്രാഫിക് ക്യാമ്പയിൻ എന്ന് പറയുന്നത് നിങ്ങളുടെ വെബ്സൈറ്റിലേക്കോ ഇ-കൊമേഴ്സ് സ്റ്റോറിലേക്കോ കൂടുതൽ ട്രാഫിക് ക്രിയേറ്റ് ചെയ്യുന്നതിനാണ്. എൻഗേജ്മെന്റ് ക്യാമ്പയിൻ എന്ന് പറയുന്നത് നിങ്ങളുടെ എക്സിസ്റ്റിംഗ് സോഷ്യൽ മീഡിയ പോസ്റ്റുകൾക്കും പേജിലൊക്കെ റീച്ച് കൂട്ടുക, കമന്റ് കൂട്ടുക, എൻഗേജ്മെന്റ് കൂട്ടുക എന്നുള്ളതാണ്. ലീഡ് ക്യാമ്പയിൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ബിസിനസ്സിലേക്ക് കൂടുതൽ പ്രോഫിറ്റ് വരണമെന്നുണ്ടെങ്കിൽ ലീഡ് വരണം. ലീഡ് കൂടുതലായിട്ട് എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മുന്നോട്ട് നിങ്ങൾക്ക് കൂടുതൽ അഡ്വർടൈസ്മെന്റുകൾ പ്രൊഫഷണൽ ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഓവർ ടെക്നിക്കൽ നോളജ് ഇല്ലെങ്കിലും ആഡ് റൺ ചെയ്യാൻ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈസി ആയിട്ട് കറക്റ്റായിട്ട് നിങ്ങളുടെ കോൾഡ് മാർക്കറ്റിലുള്ള നിങ്ങളുടെ ഓഡിയൻസിലേക്ക് നിങ്ങളുടെ പരസ്യം എത്തിക്കാനും അതിലൂടെ നിറയെ ലീഡ്സും നിങ്ങൾക്ക് അതിന് കറക്റ്റ് ക്ലോസിംഗ് മെത്തേഡിലേക്ക് കൊണ്ടുവന്ന് നിങ്ങൾക്ക് നല്ലൊരു പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ബിസിനസ് റൺ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെയധികം നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഇനി ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒറ്റ കാര്യം, വീണ്ടും 1, 2, 3, 4 അധികമോ നിങ്ങൾ ഈ വീഡിയോസ് വീണ്ടും കണ്ടിട്ട് പഠിക്കുക. ഓക്കെ, നിങ്ങൾക്ക് പഠിക്കാൻ പറ്റാത്ത സമയങ്ങളുണ്ടെങ്കിൽ പിന്നീടത്തേക്ക് ഈ വീഡിയോ 1, 2, 3 തവണ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഈ ഒരു വീഡിയോയിൽ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, മറ്റൊരു വീഡിയോയിൽ നമ്മൾ എങ്ങനെയാണ് അഡ്വർടൈസ്മെന്റുകൾ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാന്നുള്ളത് പഠിക്കാം. അവയർനെസ് ആഡ്, ട്രാഫിക് ആഡ്, എൻഗേജ്മെന്റ് ആഡ്, ലീഡ് ആഡ്, ഇങ്ങനെ അഡ്വർടൈസ്മെന്റുകൾ നമുക്ക് പഠിക്കാം. ഓക്കെ, അപ്പോൾ മറ്റൊരു വീഡിയോ ലെസണിൽ നമുക്ക് വീണ്ടും കാണുന്നവരെ ഓക്കെ, താങ്ക് യു ഓൾ.